ഇത്രയും കാലമായിട്ട് ഗുരുവായൂരപ്പനെ ആശ്രയിച്ച് ജീവിക്കുന്നവർ, ഗുരുവായൂരപ്പൻ്റെ സ്ഥലത്ത് കട വെച്ച് കടയിൽ ജീവിതമാർഗം കണ്ടെത്തിയവർ, ഇവരൊക്കെ എവിടെ പോവും? ഒരു പുനരധിവാസ പാക്കേജ് ഇല്ല, മാസ്റ്റർ പ്ലാൻ ഇല്ല, നഷ്ടപരിഹാരം ഇല്ല. ഇത് ജനാധിപത്യ രാജ്യമല്ലേ? എന്തുകൊണ്ട് അവർ ജനാധിപത്യ രീതിയിൽ പോണില്ല? ഗുരുവായൂർ നഗരസഭ പ്ലാൻ പ്രകാരം പണിതൊരു വീടിൻ്റെ ബെഡ്റൂമിൻ്റെ മുകളിലേക്കാണ് സ്കെച്ച് വന്നിരിക്കുന്നത്. അതെന്ത് ചെയ്യും? ഇനി അത് പൊളിക്കാൻ പറയും അവർ. അപ്പോൾ ഗുരുവായൂർ ദേവസ്വവും നഗരസഭയും കൂടി, അതായത് അക്വസിഷൻ കിടക്കുന്ന ഭൂമിയുടെ ഒരു ഡീറ്റെയിൽസും നഗരസഭയിൽ കൊടുത്തിട്ടില്ല. അങ്ങനെ കൊടുത്തിരുന്നു വെച്ചാൽ നഗരസഭ പ്ലാൻ പാസ്സാക്കില്ല. അപ്പോൾ ഇത് സ്കെച്ച് ഉണ്ടാക്കി 2 കൊല്ലമായിട്ട് ഇത് നടന്നുകൊണ്ടിരിക്കുക. ഇന്ന് വരെ ഇത് സംബന്ധിച്ചൊരു യോഗം പോലും ഗുരുവായൂർ ദേവസ്വം വിളിച്ചിട്ടില്ല. ഇവിടെ ഒരുപാട് പേര് കുടിയൊഴിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. നമുക്കറിയാം, 5ഓ 6ഓ പ്രാവശ്യം ഇപ്പോൾ അക്വസിഷൻ എന്ന് പറഞ്ഞ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. എന്തെങ്കിലും മതിയായ പുനരധിവാസം കൊടുത്തിട്ടുണ്ടോ? നഷ്ടപരിഹാരം കൊടുത്തിട്ടുണ്ടോ? കണ്ണീരും കയ്യോടുകൂടിയാണ് അവിടുത്തെ താമസിക്കുന്നവർ ഇറങ്ങുന്നത്. എത്ര ആൾക്കാർക്ക് ഇപ്പോൾ ജോലി നഷ്ടപ്പെടും? എത്ര ആൾക്കാർ കടയിൽ നിൽക്കുന്ന, ഒരു കടയിൽ മിനിമം ഒരു 5ഓ 6ഓ ആൾക്കാർ ജോലി ഉണ്ടാവും. അവരൊക്കെ എവിടെ പോകുമെന്നാണ് പറയണത്? ഇന്ന് വരെ ഒരു യോഗം ഗുരുവായൂർ ദേവസ്വം വിളിച്ചിട്ടില്ല. ഇപ്പോൾ ഇതിൻ്റെ ഏറ്റവും ഫൈനൽ സ്റ്റേജിൽ എത്തി നിൽക്കുകയാണ്. ഇപ്പോഴത്തെ ഇവിടുത്തെ ഓഫീസ് തുറന്ന അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചപ്പോൾ പറയാണ്, ഞങ്ങൾ വില നിശ്ചയിച്ചിട്ടില്ല, ഞങ്ങൾക്ക് ലേറ്റസ്റ്റായിട്ട് രജിസ്റ്റർ ചെയ്ത ഭൂമിയുടെ വില കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ എന്ത് വില കൊടുക്കും? ഇവരെവിടെ പോകണം? നമുക്കറിയാം, ഗുരുവായൂർ ഒരു സെൻറ്റ് ഭൂമി വാങ്ങണമെങ്കിൽ ലക്ഷങ്ങളാവും. ഇവരെവിടെ പോവും? ഇത്രയും കാലമായിട്ട് ഗുരുവായൂരപ്പനെ ആശ്രയിച്ച് ജീവിക്കുന്നവർ, ഗുരുവായൂരപ്പൻ്റെ സ്ഥലത്ത് കട വെച്ച് കടയിൽ ജീവിതമാർഗം കണ്ടെത്തിയവർ, ഇവരൊക്കെ എവിടെ പോവും? ഒരു പുനരധിവാസ പാക്കേജ് ഇല്ല, മാസ്റ്റർ പ്ലാൻ ഇല്ല, നഷ്ടപരിഹാരം ഇല്ല. ഇത് ജനാധിപത്യ രാജ്യമല്ലേ? എന്തുകൊണ്ട് അവർ ജനാധിപത്യ രീതിയിൽ പോണില്ല?